മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9995540953. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംഭരണ കേന്ദ്രത്തിന് പഞ്ചായത്ത് ഭരണസമിതിയും CPM-ഉം അനുമതി നൽകുന്നുവെന്ന ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നടുവട്ടം പാറപ്പുറത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് എന്ന പേരിൽ കോഴി മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 2021 കെട്ടിട നിർമ്മാണത്തിന് കമ്പനി അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിയമാനുസൃതം പെർമിറ്റ് നൽകിയിരുന്നു. എന്നാൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും ജനങ്ങളുടെ പരാതിയുള്ളതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ലൈസൻസ് നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുബന്ധ വകുപ്പുകളിൽ നിന്ന് അനുമതിയുള്ളതിനാൽ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5-ാം തീയതി ഭരണസമിതിയുമായി കൂടിയാലോചിക്കാതെ സെക്രട്ടറി ലൈസൻസ് അനുവദിച്ചു. ഈ കാരണത്താൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പഞ്ചായത്ത്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ഡയറക്ടർമാർക്ക് ഭരണസമിതി പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം 5-ാം തീയതി ലൈസൻസ് കിട്ടിയ കമ്പനിയിലേക്ക് ട്രയൽ റണ്ണിനായി 4-ാം തീയതി ചട്ടങ്ങൾ ലംഘിച്ച് കോഴിമാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്നത് നിയമലംഘനമാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്തും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭരണസമിതി ജനങ്ങൾക്കൊപ്പമാണെന്നും പ്രസിഡന്റ് PP സുനിത അറിയിച്ചു. ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം അപ്പോഴും ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആശങ്കകൾ തീർക്കാതെ, അതായത് നിയമപരമായി കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്താനാണെന്ന് ഭരണസമിതി ഇവരോട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതിന്റെ അവസരത്തിൽ ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടും ആ ഒരു സമയപരിധിക്കുള്ളിൽ ലൈസൻസ് കൊടുക്കാത്ത അവസരത്തിൽ അവർ കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. 14 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഒരു ലൈസൻസ് ബന്ധപ്പെട്ട സെക്രട്ടറി നൽകണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ലൈസൻസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തില് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിന് ലൈസൻസ് കൊടുക്കാനുള്ള അനുമതി നൽകിയിട്ടെന്നുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഈ മാസം 4-ാം തീയതി തന്നെ ഈ ഒരു പ്ലാന്റ് ട്രയൽ റൺ നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ മാലിന്യം കൊണ്ടുവരികയും അവിടെയുള്ള പ്രതിഷേധക്കാർ അത് തടയുകയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മൾ തടയുകയും ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊണ്ടുവന്ന വണ്ടിക്കാർക്കെതിരെ നമ്മള് പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതി ഇപ്പൊ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തികളെ കിട്ടിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിനും നമുക്ക് അവർക്ക് പിഴ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു സമരസമിതി ഉന്നയിക്കുമ്പോൾ അതില് ജനങ്ങളുടെ ആശങ്കകൾ തീർത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് അവിടെ വരാൻ പാടുകയുള്ളെന്നും തീർത്തും ഭരണസമിതി എല്ലാ യോഗങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. CPIM പാർട്ടി ജനങ്ങൾക്കൊപ്പമാണ്. മാലിന്യ പ്ലാന്റ് അനധികൃതമായി പ്രവർത്തിച്ചാൽ പാർട്ടി തടയുമെന്നും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആക്ഷൻ കൗൺസിലിന്റെ മറവിൽ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശങ്കരൻകുട്ടി പറഞ്ഞു. LDF-ഉം ഗ്രാമപഞ്ചായത്തും അതിന് സപ്പോർട്ടാണ് എന്നുള്ള രീതിയിലാണ് അടുത്ത സമരസമിതിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതല്ല, ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഏത് കാര്യത്തിനും വരൂർ പഞ്ചായത്തിൽ CPIM എന്നുള്ള പ്രസ്ഥാനം ഒരിക്കലും നിൽക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പമാണ്. ഇന്നും അന്നും ഈ പ്ലാന്റിൻ്റെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റിൽ തന്നെ അവർ ശുചീകരിച്ച വാഹനത്തിൽ കൊണ്ടുവരും, എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുള്ളൂ എന്നുള്ള അഭിപ്രായത്തിലാണ് പല കമ്മിറ്റികളിലും പാർട്ടി എന്നുള്ള നിലയ്ക്കും നമ്മൾ പങ്കെടുക്കലുണ്ടായി. പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് പലതവണ യോഗം നടത്തുകയും അതിലെല്ലാം അവരെടുത്ത തീരുമാനങ്ങളോ ആ നയങ്ങളോ അവർക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പാർട്ടിക്ക് ഒരു എതിർപ്പ്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, P ഹിദായത്തുള്ള, മെമ്പർമാരായ VK സേതുമാധവൻ, VT സജീഷ് എന്നിവരും പങ്കെടുത്തു. VCV ന്യൂസ്, എരുമപ്പെട്ടി.